എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്ലാസ്സാണ്. പ്രമേയങ്ങൾ എന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് ഇനി വരുന്ന PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പ്രമേയങ്ങളുടെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ വീഡിയോയ്ക്കകത്ത് ഒരുപാട് കാട് കയറി കുറേ പ്രമേയങ്ങളൊന്നും ഞാൻ പറഞ്ഞു പോകുന്നില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ഈ വീഡിയോയ്ക്കകത്ത് പ്രമേയങ്ങളുടെ കാര്യം പറയുന്ന സമയത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കണക്റ്റിംഗ് ഫാക്റ്റ് കൂടി ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ലോക ആരോഗ്യ ദിനം എന്നാണ്. ലോക ആരോഗ്യ ദിനം അതെന്ന് പറയുമ്പം ഏപ്രിൽ 7 ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7. 2024 ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. ഇതാണ് 2024 ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം. എങ്കിൽ 2025 പ്രമേയം എന്ന് പറയുമ്പം 2025 ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം ആരോഗ്യകരമായ തുടക്കങ്ങൾ. ആരോഗ്യകരമായ തുടക്കങ്ങൾ. പ്രതീക്ഷയുള്ള ഭാവികൾ. പ്രതീക്ഷയുള്ള ഭാവികൾ. ഇതാണ് 2025 പ്രമേയം. 2024 സംഭവം ഇനി വരുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യ ദിനമാണ്. ഈ പ്രമേയങ്ങളുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. IMP എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ 2024-25 ക്ലിയർ ആയിട്ട് നല്ലപോലെ പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. 2024 ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. ഇത് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നുള്ള സംഭവം സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് ഉൾപ്പെടെ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇത് പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. പിന്നെ 2025 ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുമ്പം ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷയുള്ള ഭാവികൾ. ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷയുള്ള ഭാവികൾ. ഈ രണ്ട് കാര്യങ്ങളും ഓക്കെയാണല്ലോ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് അഡീഷണൽ കണക്റ്റിംഗ് ഫാക്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. ലോക ആരോഗ്യ സംഘടനയുണ്ട്. ലോകാരോഗ്യ സംഘടന അതെന്ന് പറയുമ്പം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഇത് നിങ്ങൾ ഉറപ്പായിട്ടും കേട്ടിട്ടുള്ള സംഭവം തന്നെയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് എന്നാണ് 1948 ഏപ്രിൽ 7. 1948 ഏപ്രിൽ 7 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO നിലവിൽ വന്നത്. അതിൻ്റെ സൂചകമായിട്ടാണ് ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുമ്പം. 1948 ഏപ്രിൽ 7 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത്. അതിൻ്റെ ഒരു ഓർമ്മ എന്നുള്ള രീതിക്കാണ് ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് ഞാൻ പറഞ്ഞു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എന്ന് പറയുമ്പം അത് സ്വിറ്റ്സർലാൻഡിലെ ജനീവ. കഴിഞ്ഞ 2025 ഒരു പരീക്ഷയ്ക്ക് സ്വിറ്റ്സർലാൻഡ് എന്ന് മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അത് നോക്കിക്കൊള്ളാം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എന്ന് പറയുമ്പം സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് AR മേനോൻ. എങ്കിൽ കേരളത്തിൻ്റെത് AR മേനോൻ എങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്?
അതെന്ന് പറയുമ്പം രാജ്കുമാരി അമൃത് കൗർ. രാജ്കുമാരി അമൃത് കൗർ. രാജ്കുമാരി അമൃത് കൗർ ആണേ. ഇന്ത്യ, ഇത് ഇന്ത്യയുടെ കാര്യം. ഇത് കേരളം. കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് AR മേനോൻ. എങ്കിൽ ഇന്ത്യയുടെ കാര്യം എടുക്കുമ്പം ഇന്ത്യയുടെ ആദ്യത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് രാജ്കുമാരി അമൃത് കൗർ. പിന്നെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി അതെന്ന് പറയുമ്പം JP നദ്ദ. JP നദ്ദയാണ്. ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കണക്റ്റിംഗ് ഫാക്റ്റ് ആയിട്ട് പഠിച്ചുകൊള്ളണം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ ജനീവ. പിന്നെ 48 ഏപ്രിൽ 7 നിലവിൽ വന്നത്. AR മേനോൻ, കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് AR മേനോൻ. പിന്നെ പറഞ്ഞു രാജ്കുമാരി അമൃത് കൗർ പറഞ്ഞു. അതെന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി. ഇന്ത്യയുടെ ആദ്യത്തെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് രാജ്കുമാരി അമൃത് കൗർ. പിന്നെ ഇപ്പോഴത്തെ മന്ത്രിയാണെങ്കിൽ ഇന്ത്യയുടെ കാര്യം എടുക്കുമ്പോൾ JP നദ്ദ. ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് JP നദ്ദ. ഇനി അടുത്തത് ലോക തണ്ണീർത്തട ദിനവുമായി ബന്ധപ്പെട്ട കാര്യം നോക്കാം. ലോക തണ്ണീർത്തട ദിനം. ലോക തണ്ണീർത്തട ദിനം എന്ന് പറയുമ്പോൾ അത് ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ലോക തണ്ണീർത്തട ദിനം. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം 2025 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം നമ്മുടെ പൊതുവായ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കാം. നമ്മുടെ പൊതുവായ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കാം എന്നുള്ളതാണ് 2025 പ്രമേയം. 2025 പ്രമേയം എന്ന് പറയുമ്പം നമ്മുടെ പൊതുവായ ഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കാം. ഇത് പഠിച്ചു വെച്ചോളണം. 2026 പ്രമേയം തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവും സാംസ്കാരിക പൈതൃകം ആഘോഷിക്കുന്നു. സാംസ്കാരിക പൈതൃകം ആഘോഷിക്കുന്നു. നല്ലപോലെ സെറ്റായിട്ട് പഠിച്ചു വെച്ചോളണം. തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവും സാംസ്കാരിക പൈതൃകം ആഘോഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. റംസാർ ഉടമ്പടി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റംസാർ ഉടമ്പടി. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ കൂടി പഠിച്ചു വെച്ചിരിക്കണം. റംസാർ ഉടമ്പടി എന്ന് പറയുമ്പോൾ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിനും അവയുടെ സുസ്ഥിരമായ ഉപയോഗത്തിനും വേണ്ടിയിട്ടുള്ള ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി. അതൊന്നുകൂടെ പറഞ്ഞുതരാം. അതായത് തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിനും അവയുടെ സുസ്ഥിരമായ ഉപയോഗത്തിനും വേണ്ടിയിട്ടുള്ള ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി. റംസാർ ഉടമ്പടി ഒപ്പുവെച്ചത് 1971 ഫെബ്രുവരി 2 1971 ഫെബ്രുവരി 2 റംസാർ ഉടമ്പടി ഒപ്പുവെച്ചത്. ഇവിടെ ഫെബ്രുവരി 2 എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഈ ഒരു ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായിട്ട് ആഘോഷിക്കുന്നത്. പിന്നെ 71 ഫെബ്രുവരി 2 റംസാർ ഉടമ്പടി ഒപ്പുവെച്ചു. അതെന്ന് പറയുമ്പം ഇറാനിലെ റംസാർ എന്ന നഗരത്തിൽ വെച്ചാണ് ഇത് ഒപ്പുവെച്ചത്. ഇറാനിലെ റംസാർ എന്ന നഗരത്തിൽ വെച്ചാണ് ഈ ഒരു ഉടമ്പടി ഒപ്പുവെച്ചത്. 1975
റംസാർ ഉടമ്പടി അത് നിലവിൽ വന്നു. റംസാർ ഉടമ്പടി നിലവിൽ വന്ന വർഷം 1975 എങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, റംസാർ ഉടമ്പടിയിൽ ഇന്ത്യ ഒപ്പുവച്ചിട്ടുണ്ടോ? എങ്കിൽ അതെന്നാണ്? അതെന്ന് പറയുമ്പം 1982 1982 ഇന്ത്യ റംസാർ ഉടമ്പടിയിൽ ഒപ്പുവച്ചത്. ഇന്ത്യ റംസാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് 1982 ഈ ഒരു കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളാം. 2 വർഷങ്ങൾ, 75 എന്നുള്ള വർഷം അത് ചോദിക്കാൻ സാധ്യത ഉണ്ട്. എങ്കിലും ഈ 2 വർഷങ്ങൾ 71 82 ഇതാണ് കൂടുതലും ചോദിക്കാൻ സാധ്യത ഉള്ളത്. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ നല്ലപോലെ പഠിച്ചു വെച്ചോളാം. ഇത് ചോദിക്കും, ഉറപ്പായും ചോദിക്കുക തന്നെയും. പക്ഷെങ്കിലും കൂടുതലായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനൊക്കെ നോക്കുന്ന സമയത്ത് ഈ 71 82 കൂടുതലും വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. 71 ഫെബ്രുവരി 2 റംസാർ ഉടമ്പടി ഒപ്പുവെച്ചിട്ടുള്ളത്. അത് നിലവിൽ വന്ന വർഷം 75 ഇന്ത്യ അതിൽ ഒപ്പുവെച്ചിട്ടുള്ളത് 82 പിന്നെ ഞാൻ നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കുകയാണ്, കേരളത്തിലെ 3 പ്രധാനപ്പെട്ട കായലുകൾ ഏതൊക്കെയാണ്? അന്ന് ഞാൻ നിങ്ങൾക്ക് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഏതൊക്കെ വരും? വേമ്പനാട്ട്, അഷ്ടമുടി, ശാസ്താംകോട്ട. ഇത് തന്നെ. ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ഇടുക. നിങ്ങളുടെ മനസ്സിനകത്ത് വേറെ ഏത് കായലാണ് വന്നതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ഇടുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരളത്തിലെ 3 പ്രധാനപ്പെട്ട കായലുകളാണ് വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ, അതുപോലെ തന്നെ ശാസ്താംകോട്ട. ഈ 3 കായലുകൾ റംസാർ സൈറ്റിൽ ഉൾപ്പെട്ടതാണ്. റംസാർ സൈറ്റിൽ ഉൾപ്പെട്ട 3 പ്രധാനപ്പെട്ട കായലുകളാണ് വേമ്പനാട്ട് കായൽ, അഷ്ടമുടി പിന്നെ ഒന്നും കൂടെ ഉള്ളത് ശാസ്താംകോട്ട. ഇതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. അതിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പ്രമേയങ്ങൾ എന്നുള്ള ഈ ടോപ്പിക്കിൽ നിന്നൊക്കെ വിട്ടുപോയി കളയും. കാരണം അത്രത്തോളം കണക്റ്റീവ് ഫാക്ട് ഇതിനകത്ത് പറയാനുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം ശാസ്താംകോട്ട, അതായത് വേമ്പനാട്, അഷ്ടമുടി, ശാസ്താംകോട്ട എന്നീ 3 കായലുകൾ റംസാർ സൈറ്റിൽ ഉൾപ്പെട്ടവയാണ്. പിന്നെ വേമ്പനാട് കോൾ തണ്ണീർത്തടം എന്നോണം പറയാൻ. കോൾ തണ്ണീർത്തടം വേമ്പനാട് കോൾ തണ്ണീർത്തടം എന്ന് വേണം നമ്മൾ ഇതിനകത്ത് പറയാൻ. വേമ്പനാട് കോൾ തണ്ണീർത്തടം, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ എന്നീ 3 കാര്യങ്ങൾ കേരളത്തിൽ നിന്നും റംസാർ സൈറ്റിൽ ഉൾപ്പെട്ടവയാണ്. പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ടയാണ്. ശാസ്താംകോട്ട അതൊന്ന് പഠിച്ചു വെച്ചോളണം. LGS പരീക്ഷ ഇതൊക്കെ ചോദിക്കാൻ പറ്റിയ നല്ലൊരു ചോദ്യമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? അതിൻ്റെ ആൻസറാണ് ശാസ്താംകോട്ട. പിന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി വെച്ചിരിക്കണം. 75 റംസാർ ഉടമ്പടി നിലവിൽ വന്നത്. 82 ഇന്ത്യ അംഗമായി ഒപ്പുവെച്ചതാണ്. 71 ഫെബ്രുവരി 2. ഈ ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത്. പിന്നെ പറഞ്ഞ് കേരളത്തിൽ നിന്നും റംസാർ സൈറ്റിൽ ഉൾപ്പെട്ട 3 കാര്യങ്ങളാണ്. 1 വേമ്പനാട്ട് കോൾ തണ്ണീർത്തടം, 2 അഷ്ടമുടി കായൽ, 3 ശാസ്താംകോട്ട കായൽ. ഇനി അടുത്തത് ലോക പരിസ്ഥിതി ദിനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ലോക പരിസ്ഥിതി ദിനം. ലോക പരിസ്ഥിതി ദിനം എന്ന് പറയുമ്പം അത് ജൂൺ 5 ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ 2025 പ്രമേയം. ഈ ഒരു കാര്യം സിമ്പിളായിട്ട് തന്നെ നമുക്ക് പഠിച്ചു വയ്ക്കേണ്ടി പറ്റും. പരിസ്ഥിതി സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പ്ലാസ്റ്റിക് അത് മാറ്റുക എന്നുള്ളതാണ്. 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് ഭൂപേന്ദർ യാദവ്. ഇനി അടുത്തത് ലോക കാലാവസ്ഥാ ദിനം. ലോക കാലാവസ്ഥാ ദിനം എന്ന് പറയുമ്പോൾ അത് മാർച്ച് 23 മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. 2025
ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം ക്ലോസിംഗ് ദ എയർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗദർ. ക്ലോസിംഗ് ദ എയർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗദർ. ക്ലോസിംഗ് ദ എയർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗദർ. ഇതാണ് 2025 പ്രമേയം. 2025 ഇതൊന്ന് പഠിച്ചു വെച്ചോളേ. ക്ലോസിംഗ് ദ എയർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗദർ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു അഡീഷണൽ ഫാക്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾ IPCC എന്ന് കേട്ടിട്ടുണ്ടോ? IPCC. ഇവിടെ എന്താണ് IPCC? എന്താണ് IPCC? ഇതെന്ന് പറയുമ്പം ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. എന്നതാണ് IPCCയുടെ പൂർണ്ണരൂപം. ഇന്റർ ഗവൺമെന്റൽ പാനൽ PANEL ഓൺ ക്ലൈമറ്റ് ചേഞ്ച് CHANGE ക്ലൈമറ്റ് ചേഞ്ച്. ഇതാണ് IPCC എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. IPCC ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇതാണ് IPCC എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എന്ന് പറയുമ്പം 1988 നിലവിൽ വന്നത്. 1988 ഇതിൻ്റെ രൂപീകരണം. ഇത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട സംഘടനയാണ്. ഒരു സംഘടനയാണ്, അന്താരാഷ്ട്ര സംഘടനയാണ് ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇതെന്ന് പറയുമ്പം ലോക മീറ്റിയറോളജിക്കൽ ഓർഗനൈസേഷനും അതുപോലെ തന്നെ UNEP ഈ രണ്ട് അന്താരാഷ്ട്ര സംഘടനകൾ ചേർന്ന് രൂപീകരിച്ചതാണ് IPCC. ലോക മീറ്റിയറോളജിക്കൽ ഓർഗനൈസേഷനും UNEPയും ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് IPCC, ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇത് നിലവിൽ വന്ന വർഷം 1988. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയാണ് IPCC. പിന്നെ ഇതിൽ നമുക്ക് PSC പഠിക്കുമ്പം ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യ രാജ്യം IPCCയിൽ അംഗമാണോ അംഗമല്ലേ? ഇതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ എന്ത് ആൻസർ എഴുതും? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇപ്പം +2 ലെവലോ ഡിഗ്രി ലെവലിൽ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ചോദ്യം വരികയാണ്. IPCCയിൽ ഇന്ത്യ അംഗമാണോ അംഗമല്ലേ എന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് ആൻസർ എഴുതും? അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുമ്പം ഇന്ത്യ അംഗമാണ്. ഇതൊന്ന് പഠിച്ചു വെച്ചോളാം. ഇന്ത്യ അംഗമാണ്. IPCCയിൽ ഇന്ത്യ അംഗമാണ്. ഇതൊന്ന് ക്ലിയർ ആയിട്ട് നല്ലപോലെ പഠിച്ചു വെച്ചോളാം. IPCC ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്റ്റിംഗ് ഫാക്റ്റാണിത്. 2023 കാലാവസ്ഥാ ദിനം. അതിൻ്റെ പ്രമേയം ക്ലോസിംഗ് ദ എയർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗദർ ആണ്. അത് 2025 പ്രമേയം. പിന്നെ പറഞ്ഞു കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയാണ് IPCC. അതിൻ്റെ ഫുൾ ഫോം ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ ഫോം പറയുന്നത്. പിന്നെ ഇത് രൂപീകരിച്ചത് 1988. 1988 ഇത് നിലവിൽ വന്ന് രൂപീകരിച്ച സമയം. പിന്നെ ഇതെന്ന് പറയുമ്പം ലോക മീറ്റിയറോളജിക്കൽ ഓർഗനൈസേഷനും UNEPയും ഈ രണ്ട് സംഘടനകൾ ചേർന്ന് രൂപീകരിച്ചതാണ് IPCC. പിന്നെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ IPCCയിൽ അംഗമാണ്. ഇതൊന്നും കൂടി ഇത് നല്ലപോലെ പഠിച്ചു വെച്ചോളാം, മറന്നു പോകരുത്. ഇനി അടുത്തത് യോഗ ദിനത്തിനെ പറ്റി നോക്കാം. അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21. ജൂൺ 21 യോഗാ ദിനം. അന്താരാഷ്ട്ര യോഗാ ദിനം
ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. 2025 പ്രമേയം യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. ഇത് കൊള്ളാം, നല്ല എളുപ്പത്തിൽ നമുക്ക് പഠിച്ചു വയ്ക്കാൻ വേണ്ടി പറ്റും. വൺ എർത്ത് വൺ ഹെൽത്ത്. 2025 ലോക യോഗാ ദിനത്തിൻ്റെ പ്രമേയം യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. ഏത് വർഷം മുതലാണ് യോഗാ ദിനം ആചരിച്ച് തുടങ്ങിയത് എന്ന് നിങ്ങൾക്ക് അറിയാമോ? അതെന്ന് പറയുമ്പം 2015 2015 മുതലാണ് ജൂൺ 21 യോഗാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. ഈ ഒരു കാര്യം റയർ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചോളണം. 2015 മുതലാണ് യോഗാ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. പിന്നെ ലോകത്തിൻ്റെ യോഗാ തലസ്ഥാനം എവിടെയാണ് ഉള്ളത്? ലോകത്തിൻ്റെ യോഗാ തലസ്ഥാനം, യോഗാ തലസ്ഥാനം എവിടെയാണ്? ഋഷികേശ് എന്ന് പറയുമ്പോൾ അത് ഉത്തരാഖണ്ഡിലാണ് പറയുന്നത്. ഉത്തരാഖണ്ഡ്. ഇത് പഠിച്ചു വെച്ചോളണം. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ ഈ സംഭവം 10ാം ക്ലാസ് ലെവലിലുള്ള പരീക്ഷകൾക്കാണ് പ്രധാനമായും ഇങ്ങനത്തുള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. 10ാം ക്ലാസ് ലെവലിലുള്ള പരീക്ഷകൾ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇത് പഠിച്ചിട്ടേ പോകാവൂ. 1 മാർക്ക് എളുപ്പത്തിൽ കിട്ടും. ലോക യോഗാ തലസ്ഥാനം അത് ഋഷികേശ് ആണ്. ഋഷികേശ് എന്ന് പറയുമ്പോൾ അത് ഏത് സ്റ്റേറ്റിലാണ് വരുന്നത്? ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിലാണ് ഋഷികേശ് വരുന്നത്. ലോകത്തിൻ്റെ യോഗാ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഋഷികേശ് ആണ്. 2025 ലോക യോഗാ ദിനത്തിൻ്റെ പ്രമേയമാണ് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. പിന്നെ പറഞ്ഞു 2015 മുതലാണ് യോഗാ ദിനം ആചരിച്ചു തുടങ്ങിയത്. ഇനി അടുത്തത് ലോക ഭൗമദിനം. അതെന്നാണ്? ഏപ്രിൽ 22 ലോക ഭൗമദിനം. ലോക ഭൗമദിനമാണ് ഏപ്രിൽ 22. (2025) ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം. നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം. ഇതും എളുപ്പത്തിൽ പഠിച്ചു വയ്ക്കേണ്ടി പറ്റും. നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം. 2025 പ്രമേയം. ലോക ഭൗമദിനം ഏപ്രിൽ 22. 2025 പ്രമേയം നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം. ഇനി അടുത്തത് ലോക വനദിനത്തിനെ പറ്റി നോക്കാം. ലോക വനദിനം എന്ന് പറയുമ്പോൾ അത് മാർച്ച് 21. മാർച്ച് 21 വനദിനം. ഇത് വനദിനം എന്ന് പറയുമ്പോൾ തന്നെ ഇത് പ്രമേയം പറയുന്നതിന് മുമ്പായിട്ട് ഒരു കോഡ് ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ വീഡിയോയിൽ കൂടി ഞാൻ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ PSC പഠിച്ചു തുടങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഡ് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായിരിക്കും. മാർച്ച് 21 വനദിനം, വനത്തിൻ്റെ ദിനം. മാർച്ച് 22 ജലദിനം. മാർച്ച് 23 കാലാവസ്ഥാ ദിനം. മാർച്ച് 24 ക്ഷയരോഗ നിവാരണ ദിനം. ക്ഷയരോഗം അതുമായി ബന്ധപ്പെട്ട ദിനം. ഈ 3-4 കാര്യങ്ങളുണ്ട്, പഠിച്ചു വെച്ചോളാം. മാർച്ച് 21 വനദിനം, മാർച്ച് 22 ജലദിനം, മാർച്ച് 23 കാലാവസ്ഥാ ദിനം, മാർച്ച് 24 ക്ഷയരോഗ നിവാരണ ദിനം. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു കോഡ് കിട്ടും. വന ജല കാലക്ഷയം. PSC പഠിച്ചു തുടങ്ങുന്ന ആരെങ്കിലും ഒരാൾ കാണുന്നുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കോഡ് ഞാൻ പറഞ്ഞിരുന്നത്. പിന്നെ മുമ്പ് PSC പഠിച്ച ആൾക്കാർക്ക് അറിയാമല്ലോ. ഓക്കെ, നിങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയാം. എങ്കിലും പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഈ കോഡ്. വനജല കാലക്ഷയം. ഇതാണ് നമ്മുടെ കോഡ്. വനജല കാലക്ഷയം. മാർച്ച് 21, 22, 23, 24. ഈ 4 കാര്യങ്ങളുണ്ട്, നോക്കിക്കോളാം, മറന്നു പോകരുത്. എളുപ്പത്തിൽ കിട്ടുന്ന കോഡാണ്.
മാർച്ച് 21 വനദിനം, മാർച്ച് 22 ജലദിനം, മാർച്ച് 23 കാലാവസ്ഥാ ദിനം, മാർച്ച് 24 എന്താണ്? ക്ഷയരോഗ നിവാരണം, അതുമായി ബന്ധപ്പെട്ട ദിനം. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം പ്രമേയം, അതിനാണ് ഇത്രയിലോട്ട് പോയത്. അതായത് ഈ കണക്റ്റീവ് ഫാക്റ്റ് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോവും. അതാണ് സത്യാവസ്ഥ. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ മാർച്ച് 21 എന്ന് പറയുമ്പോൾ എന്താണ്? വനദിനം, ലോക വനദിനം. 2025 പ്രമേയം നോക്കാം. 2025 പ്രമേയം വനങ്ങളും ഭക്ഷണവും. വനങ്ങളും ഭക്ഷണവും. വനങ്ങളും ഭക്ഷണവും എന്നുള്ളതാണ് 2025 പ്രമേയം. ഇതും നമുക്ക് എളുപ്പത്തിൽ പഠിച്ചിരിക്കാൻ വേണ്ടി പറ്റും. വനങ്ങളും ഭക്ഷണവും. സെറ്റാണല്ലോ, ക്ലിയർ ആണല്ലോ? വനങ്ങളും ഭക്ഷണവും ഇതൊന്ന് പഠിച്ചു വെച്ചോളാം. പിന്നെ ഇപ്പോഴത്തെ കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ആരാണ്? നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമാണ്. വനം വകുപ്പ് മന്ത്രി ഇപ്പോഴത്തെ കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയാണ് ഭൂപേന്ദർ യാദവ്. കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടെ പറഞ്ഞ കാര്യമാണ്. ഭൂപേന്ദർ യാദവ് ഇപ്പോഴത്തെ കേന്ദ്ര വനം വകുപ്പ് മന്ത്രി. സെറ്റാണല്ലോ? പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കാർബൺ സിങ്ക് എന്ന് കേട്ടിട്ടുണ്ടോ? കാർബൺ സിങ്ക് ഇതെന്ന് പറയുമ്പം അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുകയും ദീർഘകാലത്തേക്ക് സംഭരിച്ചു വയ്ക്കുകയും ചെയ്യുന്ന നാച്ചുറൽ ഓർ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സംവിധാനമാണ് കാർബൺ സിങ്ക്. അതായത് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് CO2 അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുകയും ദീർഘകാലത്തേക്ക് സംഭരിച്ച് വയ്ക്കുകയും ചെയ്യുന്ന നാച്ചുറൽ ഓർ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സംവിധാനത്തെയാണ് കാർബൺ സിങ്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വനം കാർബൺ സിങ്കിന് ഉദാഹരണമാണ്. കാർബൺ സിങ്കിനെ പറ്റി ചെറിയൊരു കാര്യം മാത്രമേ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ കാർബൺ സിങ്കിനെ പറ്റി നല്ലപോലെ പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. ഉറപ്പായിട്ടും ചോദിക്കാൻ നല്ല ഒരു സാധ്യതയുള്ള ഒരു കാര്യമാണ് കാർബൺ സിങ്ക്. പഠിച്ചിട്ടേ പോകാവൂ. കാർബൺ സിങ്ക് എന്ന് പറയുമ്പം അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് CO2 അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുകയും ദീർഘകാലത്തേക്ക് സംഭരിച്ചു വെക്കുകയും ചെയ്യുന്ന നാച്ചുറൽ ഓർ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സംവിധാനമാണ് കാർബൺ സിങ്ക്. കാർബൺ സിങ്കിന് ഉദാഹരണമാണ് വനം എന്ന് പറയുന്നത് കാർബൺ സിങ്കിന് ഉദാഹരണമാണ്. പിന്നെ ഒരു കാര്യം കൂടെ വനദിനവുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വയ്ക്കണം. ലോക വനദിനം ആയിട്ട് ആചരിച്ചു തുടങ്ങിയത് എന്നാണ്? അതെന്ന് പറയുമ്പം 2013 2013 തൊട്ടാണ് ലോക വനദിനം ആചരിച്ച് തുടങ്ങിയത്. നേരത്തെ യോഗയുടെ കാര്യം പറഞ്ഞു, ഓർമ്മയുണ്ടോ? ഇവിടെ ഉണ്ടല്ലോ. അതാ ഇവിടെ 2015 മുതലാണ് ലോക യോഗാ ദിനം ആയിട്ട് ആചരിച്ച് തുടങ്ങിയത് എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ 2013 മുതലാണ് മാർച്ച് 21 വനദിനമായിട്ട് ആചരിച്ച് തുടങ്ങിയത്. ഇനി അടുത്തത് ലോക വന്യജീവി ദിനത്തിനെ പറ്റി നോക്കാം. ലോക വന്യജീവി ദിനം മാർച്ച് 3 ലോക വന്യജീവി ദിനം. ലോക വന്യജീവി ദിനം 2025 പ്രമേയം എന്ന് പറയുമ്പം 2025 വന്യജീവി സംരക്ഷണ ധനകാര്യം. വന്യജീവി സംരക്ഷണ ധനകാര്യം ജനങ്ങളിലും ഗ്രഹത്തിലും നിക്ഷേപിക്കുക. ജനങ്ങളിലും ഗ്രഹത്തിലും നിക്ഷേപിക്കുക. 2025 ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം വന്യജീവി സംരക്ഷണ ധനകാര്യം ജനങ്ങളിലും ഗ്രഹത്തിലും നിക്ഷേപിക്കുക. പിന്നെ ഇന്ത്യയിലെ വന്യജീവികളെ സംരക്ഷിക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്യജീവി സംരക്ഷണ നിയമം ഉള്ളത്. വന്യജീവി
വന്യജീവി സംരക്ഷണ നിയമം ഉള്ളത്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയിലെ വന്യജീവികളെ സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്യജീവി സംരക്ഷണ നിയമം ഉണ്ട്. ഇതിൻ്റെ വർഷം 1972. ഇത് PYQ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 1972 വന്യജീവി സംരക്ഷണ നിയമം ഇന്ത്യയിൽ വന്നത്. ഇന്ത്യയിലെ വന്യജീവികളുടെ സംരക്ഷണം, അതുമായി ബന്ധപ്പെട്ടാണ് വന്യജീവി സംരക്ഷണ നിയമം ഇന്ത്യയിൽ ഉള്ളത്. അതിൻ്റെ വർഷം 1972. വന്യജീവിയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. ഇനി അടുത്തത് ലോക ക്യാൻസർ ദിനം. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഫെബ്രുവരി 2 പ്രത്യേകത ഞാൻ പറഞ്ഞു. എന്താണ് ഫെബ്രുവരി 2? ലോക തണ്ണീർത്തട ദിനം. ലോക തണ്ണീർത്തട ദിനമാണ് ഫെബ്രുവരി 2. എങ്കിൽ ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. 2025 പ്രമേയം അതുല്യമായ ഐക്യം. അതുല്യമായ ഐക്യം എന്നുള്ളതാണ് 2025 പ്രമേയം. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. 2025 പ്രമേയം അതുല്യമായ ഐക്യം. പിന്നെ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി. GY ONCOLOGY ഓങ്കോളജി. ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി. എങ്കിൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് ബയോപ്സി. ക്യാൻസറിൻ്റെ പരിശോധനയാണ് ബയോപ്സി. കോശങ്ങളുടെ നിയന്ത്രണമില്ലാത്ത വിഭജനമാണ് ക്യാൻസർ. കോശങ്ങളുടെ നിയന്ത്രണമില്ലാത്ത വിഭജനം, ഇതാണ് ക്യാൻസർ. കോശങ്ങളുടെ നിയന്ത്രണമില്ലാത്ത വിഭജനമാണ് ക്യാൻസർ. ഇത് ഒന്ന് പഠിച്ചു വെച്ചോളണം. ചിലപ്പോൾ ചോദിച്ചാലായി. കോശങ്ങളുടെ നിയന്ത്രണമില്ലാത്ത വിഭജനമാണ് ക്യാൻസർ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ മാർച്ച് 3 ലോക വന്യജീവി ദിനം. വന്യജീവി ദിനമാണ് മാർച്ച് 3. 2025 പ്രമേയം വന്യജീവി സംരക്ഷണ ധനകാര്യം ജനങ്ങളിലും ഗ്രഹത്തിലും നിക്ഷേപിക്കുക. അതാണ് 2025 പ്രമേയം. 72 വന്യജീവി സംരക്ഷണ നിയമം ഒന്ന് സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളണം. പ്രധാനമായിട്ടും ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട പരീക്ഷകൾ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് പഠിച്ചോളണം. 72 വന്യജീവി സംരക്ഷണ നിയമം ഉള്ളത്. പിന്നെ ക്യാൻസർ ദിനം ഫെബ്രുവരി 4. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. 2025 പ്രമേയം അതുല്യമായ ഐക്യം. പിന്നെ ഓങ്കോളജി. എന്താണ് ഓങ്കോളജി? ക്യാൻസറിനെ കുറിച്ചുള്ള പഠനം, സ്റ്റഡി ഓഫ് ക്യാൻസർ ആണ് ഓങ്കോളജി. ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട പരിശോധനയാണ് ബയോപ്സി എന്ന് പറയുമ്പോൾ അത് ക്യാൻസറുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് ബയോപ്സി. കോശങ്ങളുടെ നിയന്ത്രണമില്ലാത്ത വിഭജനമാണ് ക്യാൻസർ. ഇനി അടുത്തത് ലോക വനിതാ ദിനത്തിനെ പറ്റി നോക്കാം. മാർച്ച് 8 വനിതാ ദിനം. മാർച്ച് 8. 2025 പ്രമേയം എന്ന് പറയുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം. ഇതാണ് 2025 പ്രമേയം.
2025 പ്രമേയം ഇതാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ കേരളത്തിൽ ഇലക്ഷൻ അതുമായി ബന്ധപ്പെട്ട് ഉള്ള സാഹചര്യമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ വനിതാ വിഭാഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളുടെ കുറച്ച് വനിതാ വിഭാഗങ്ങൾ നമുക്ക് പഠിച്ചു വച്ചേക്കാം. ഒന്ന് CPIM. CPIMൻ്റെ വനിതാ വിഭാഗം എന്ന് പറയുമ്പം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. ഇടത് ആശയങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വനിതാ വിഭാഗമാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. ഇത് CPIMൻ്റെ ആശയങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഘടനയാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. ഇത് വനിതാ സംഘടനയാണ്. അടുത്തത് കോൺഗ്രസിൻ്റെ ആശയങ്ങൾ ഉള്ള ഒരു വനിതാ വിഭാഗം മഹിളാ കോൺഗ്രസ്. ഇതൊക്കെ TV ന്യൂസിലൊക്കെ ഒരുപാട് ചർച്ചയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെയാണ്. അടുത്തത് BJPയിലത് മഹിളാ മോർച്ച. അടുത്തത് IUMLൻ്റെ വനിതാ വിഭാഗം എന്ന് പറയുമ്പം വനിതാ ലീഗ്. ഇവിടെ 4 രാഷ്ട്രീയ പാർട്ടികളുടെ വനിതാ വിഭാഗങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. CPIMൻ്റെത് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. ഈ സംഘടന CPIMൻ്റെ ആശയങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വനിതാ സംഘടനയാണ്. കോൺഗ്രസിൻ്റെത് മഹിളാ കോൺഗ്രസ്. BJP മഹിളാ മോർച്ച. മഹിളാ മോർച്ച. IUML വനിതാ ലീഗ്. ഈ 4 കാര്യങ്ങൾ ഒന്ന് സ്പെഷ്യലായിട്ട് നോക്കി വെച്ചോളണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഇലക്ഷൻ സാഹചര്യം, അതാണ് നമ്മൾ ഇതിവിടെ പറയാനുള്ള ഉദ്ദേശം. ഇതിവിടെ പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനിവിടെ പറയുകയായിരുന്നു വനിതയുമായി ബന്ധപ്പെട്ടുള്ള കമ്മീഷനെ പറ്റി പഠിച്ചു വച്ചിരിക്കണം. നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി. എങ്കിൽ കേരളത്തിൻ്റെ ആദ്യത്തെ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ ആരാണ്? അതെന്ന് പറയുമ്പം സുഗതകുമാരി. കേരളത്തിൻ്റെ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ. ഫസ്റ്റ് അധ്യക്ഷ. ഇവർ ഇപ്പോഴത്തെ അധ്യക്ഷയാണ് P. സതീദേവി. പിന്നെ ഈ 2 കാര്യം പറയുമ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ടോപ്പിക് മാറ്റാം. കേന്ദ്ര വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായിക് ഫസ്റ്റ് ആള്. എങ്കിൽ ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ. ഇപ്പോഴത്തത് 4 വ്യക്തികളുടെ പേര് ഞാൻ പറഞ്ഞു. P. സതീദേവി ഇപ്പോഴത്തെ കേരളത്തിൻ്റെ വനിതാ കമ്മീഷൻ അധ്യക്ഷ. കേരളത്തിൻ്റെ ആദ്യത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ സുഗതകുമാരി. കേന്ദ്രത്തിൻ്റെ കാര്യം എടുക്കുമ്പം ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായിക്. ഇപ്പോഴത്തെ കേന്ദ്ര വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷയാണ് വിജയ കിഷോർ രഹത്കർ. ഇവർ 9ാമത്തെ ആളാണ്, 9ാമത്തെ അധ്യക്ഷ. ഇത് പഠിച്ചോളേ, 9ാമത്തെ അധ്യക്ഷ എന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളണം. എല്ലാവരും വിജയ് കിഷോർ രഹത്കർ എന്നുള്ള പേര് മാത്രം പഠിച്ചോളൂ. പക്ഷേ 9ാമത്തെ ആളാണെന്നുള്ളത് ചിലപ്പോൾ പഠിക്കണമെന്നില്ല, അത് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 9ാമത്തെ ആളാണ് ഇപ്പോഴത്തെ വിജയ കിഷോർ രഹത്കർ എന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് ചുവപ്പ് മഷി പേന കൊണ്ട് അടയാളപ്പെടുത്തി വെച്ച് പഠിച്ചോളണം. ഇവിടെ മാർച്ച് 8 ബന്ധപ്പെട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. മാർച്ച് 8 വനിതാ ദിനം. 2025 പ്രമേയം എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി
അവകാശങ്ങൾ സമത്വം ശാക്തീകരണം, അവകാശങ്ങൾ സമത്വം ശാക്തീകരണം എന്നുള്ളതാണ് 2025 പ്രമേയം. ഇത് പറഞ്ഞ സമയത്ത് പറഞ്ഞു 4 രാഷ്ട്രീയ പാർട്ടികളുടെ വനിതാ വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? CPIM-ൻ്റെത് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, കോൺഗ്രസിൻ്റെത് മഹിളാ കോൺഗ്രസ്, BJP-യുടെ മഹിളാ മോർച്ച, IUML-ൻ്റെത് വനിതാ ലീഗ്. പിന്നെ പറഞ്ഞു കേരളത്തിൻ്റെ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി, ഇപ്പോഴത്തെ അധ്യക്ഷ P സതീദേവി. കേന്ദ്രത്തിന്റെ വനിതാ കമ്മീഷൻ എടുക്കുമ്പം ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായിക്, ഇപ്പോഴത്തത് വിജയ് കിഷോർ രഹത്കർ. 9ാമത്തെ അധ്യക്ഷയാണ് വിജയ് കിഷോർ രഹത്കർ.